എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറെ ആരെയും പറ്റിയിട്ടല്ല കേട്ടോ, ഈ ഒരു ഡോഗിനെ പറ്റിയിട്ട് തന്നെയാണ്. ഇത് ഞങ്ങളുടെ ഡോഗൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് വന്ന ഒരു ഡോഗാണ്. അതിഥിയായിട്ട് വന്നതല്ല കേട്ടോ, ഹസ്ബൻഡ് കൂട്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാഷിനത്തിൽപ്പെട്ടൊരു നായയാണ് കേട്ടോ. ഇതിനെ ഇനി എവിടെന്നെങ്കിലും ഇറങ്ങി പോന്നതാണോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിട്ടുപോയതാണോ, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോയതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇനി അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പം ഈ ഒരു ഡോഗ് ഉള്ളത്. അപ്പോൾ പന്തീരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹസ്ബൻഡ് ഇതുപോലൊരു ദിവസം ഷോപ്പിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയപ്പം അവിടെ കടവിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ 2-3 ദിവസമായിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെയുള്ള തെരുവ് നായ്ക്കളൊന്നും കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് അതിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉഷാറൊക്കെ തന്നെയാണ്, ഭക്ഷണം കഴിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡോഗിൻ്റെ പേരറിയില്ല, അതേമാതിരി ഇതിന് വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്താണോന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. ഇതെങ്ങനെ പോകുന്നതാണെന്നോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് ഇറങ്ങിപ്പോകുന്നതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥരെ ഇതിനെ കാണാതെ അന്വേഷിച്ച് വിഷമിക്കുന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൾ ഉഷാറായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ആൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീട് അല്ല കൂടുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾക്ക് ഇത് കൂടാതെ വേറൊരു ഡോഗുണ്ട്, നമ്മുടെ ഒരു നാടൻ നായയാണ്. അപ്പം അവൻ ആദ്യം ഉണ്ടായിരുന്നൊരു കൂടായിരുന്നു. അവനിപ്പം സൈസും കാര്യങ്ങളൊക്കെ പറ്റാത്തതുകൊണ്ട് അവന് വേറൊരു വലിയൊരു കൂടുണ്ടാക്കി കൊടുത്തപ്പം അവനിവിടെ വേറൊരു ചെറിയ കൂടുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളിതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥർക്ക് വേണ്ടവരുടെ കൈകളിൽ തന്നെ ഇതൊന്ന് എത്തിപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയൊരു ചാനലാണ്. അപ്പോൾ ഇത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടും കൂടെ കൂടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്തതെന്നും കൂടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേറൊരു നായയും കൂടെ ഉണ്ട് എന്നുള്ളത്. ഇയാളാണ് കേട്ടോ ഇത്. ഇയാളെ ഇതേപോലെ തന്നെ ഒരു നാടൻ ഡോഗാണിത്. ഇയാളെ നമ്മൾ ചെറുതാകുന്ന സമയത്ത് വീട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. കറക്റ്റ് വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ കൂടെ കൂട്ടിയതാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരാൾ വന്നപ്പം നമ്മുടെ ആൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഏതായാലും വന്ന പുതിയ ആളുണ്ടല്ലോ, കൂട്ടിൽ ടോയ്ലറ്റിൽ പോകുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ആൾ കറക്റ്റ് പുറത്ത് നമ്മൾ കൊണ്ട് നിർത്തിയാൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യുള്ളൂ. കറക്റ്റ് എന്തെങ്കിലും അഥവാ പോകാനുണ്ടെങ്കിലൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ആൾ എന്താ പറയുക നല്ല വൃത്തിയായിട്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. നമ്മളിത് അഴിച്ചു വിടുമ്പോൾ തന്നെ ആൾക്ക് നേരെ അകത്തേക്ക് പാഞ്ഞു പോരേണ്ട ഒരു ടെൻഡൻസി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആരെങ്കിലും വീടിനുള്ളിലൊക്കെ ഇട്ട് വളർത്തിയിട്ടുള്ളതായിരിക്കണം. അതായിരിക്കണം ആർക്ക് ഇങ്ങോട്ട് പോരണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങളാൽ കഴിയുന്ന നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഞങ്ങൾ തിരിച്ചങ്ങോട്ടേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ആണ്. അയ്യോ.